ലോക്ക്ഡൌണിന്റെ ചടപ്പൊക്കെ ഇങ്ങനെ മാറി വരുന്നു. റോക്ക് ആൻഡ് റോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ഹലോ, നമ്മൾ രണ്ടുപേരും മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ അപ്പുറം നിൽക്കാനും ഇപ്പുറം നിൽക്കാനും ഒരു ലോഡ് ആൾക്കാരുണ്ട്. അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, തരിച്ചു നിൽക്കാണ്. തീർച്ചയായിട്ടും അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം ദേവാസുരം, ടീം മധുര രാജ, സ്വാഗതം. നമുക്ക് തൽക്കാലത്തേക്ക് ഇവർ രണ്ട് ടീമുകളായിട്ട് അങ്ങ് തിരിച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. പരിപാടി തുടങ്ങാം. റെഡി? അപ്പൊ ഇരുന്നോളൂ. ടീം ദേവാസുരം, ടീം മധുര രാജ. നമ്മുടെ സ്റ്റേജ് സെറ്റാണ്, നമ്മുടെ ടീമും സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ചീഫ് ഗസ്റ്റിനെ വിളിക്കുമാത്തു. ഒരു കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. എന്താ സംഭവം? നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ചെറിയൊരു കല്യാണം കഴിച്ചു. നിങ്ങൾ പോയി പരിപാടി തുടങ്ങാമേ. അയ്യോ ചേട്ടാ, ഒരു 5 പൈസ ശ്രീധരൻ വാങ്ങിക്കാതാണ് ഞാൻ ഈ കൊച്ചിനെ കല്യാണം മേടിച്ചോ മേടിക്കാതെ കഴിക്കുക. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. എന്റെ ചേട്ടൻ ഒരു 10 പൈസ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ വളഞ്ഞുകൂടി ഞങ്ങളുടെ കസിൻസ് കാര്യങ്ങളൊക്കെ തല്ലാൻ നിൽക്കാം. പ്ലീസ് ചേട്ടാ, രക്ഷിക്കണം. എന്താ എടാ, സ്ത്രീധനം വാങ്ങിക്കാതെ അവര് കല്യാണം കഴിച്ചേ. അതിനെന്താ ഇപ്പൊ അത് സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കുന്ന വലിയ സംഭവമാണ്. ഈ എപ്പിസോഡ് കളിക്കാവണോ നിനക്ക്? റേറ്റിംഗ് കൂടാൻ വഴിയുണ്ട്. സ്ത്രീധനം പിടിച്ചു നിർത്ത്. അപ്പൊ നിങ്ങളെ തൽക്കാലം അവിടെ ഇരുന്നോ. പക്ഷെ ഇതിനകത്ത് കുറെ ഗെയിം ഒക്കെ വരും. അപ്പൊ നിങ്ങൾ മത്സരിക്കേണ്ടി വരും. നമുക്ക് ഒരേ ഒരു ഉദ്ദേശം, പിന്നെ എങ്ങനെയെങ്കിലും സീ കേരളം വഴി 10 പേര് അറിഞ്ഞു. പിന്നെ പ്രശ്നമില്ലല്ലോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും നിങ്ങൾ അവിടെ ഇരുന്നോ. ഒന്ന് മാറി. എന്റെ പൊന്നേ, ദേ വരുന്നുണ്ട്. ഇതാര്? ഇതാണ് ഞാൻ പറഞ്ഞ അമ്മാവൻ. ഞാൻ അറിയാതെ നീ കല്യാണം കഴിച്ചല്ലടാ. ആ കല്യാണം കഴിച്ചു. ഞാൻ അവിടെ പയ്യന്മാര് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പടച്ചോടെ വന്ന്. പിന്നെ പറഞ്ഞാ ഞാൻ കെട്ടിച്ചേരില്ലല്ലോ. അതുകൊണ്ട് ശ്രീധരനാടാ. സ്ത്രീധനൊന്നുമില്ല, സ്ത്രീയാണ് തന്നെ. ചോദിക്കാമോ? സഹോദരങ്ങളെ, കാലഘട്ടത്തിൽ സ്ത്രീധനം ചോദിക്കാമോ? നിങ്ങൾ കേൾക്കണ സഹോദരങ്ങളെ, അവന്റെ പെങ്ങളെ കല്യാണം ഞാൻ എന്റെ 25 സെന്റും വീടും എല്ലാം കൂടെ പണയം വെച്ചാണ് നടത്തി വിട്ടത്. ഇപ്പൊ ഇവ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെണ്ണിന്റെ സ്ത്രീധനം വാങ്ങിച്ചിട്ട് ആ പൈസ എനിക്ക് തിരിച്ചു തരണം. തനിക്ക് നാണല്ലോ എന്റെ സ്ത്രീധനം വാങ്ങിച്ചോണ്ട് നടക്കാൻ. താൻ കുടിക്കുന്ന പൈസ മതി എന്റെ സ്ത്രീധനം ഇതൊക്കെ മാറ്റി ഇറങ്ങി പോവാ അങ്ങോട്ട്. സ്ത്രീധനം വാങ്ങുന്ന ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഭൂമി ദേവിനെ അറസ്റ്റ് ചെയ്യണം. ഭൂമി ദേവിനെ അറസ്റ്റ് ചെയ്യണം. ഭൂമി ദേവി സ്ത്രീധനം എന്ത് ഇല്ല, പാടി വെച്ചിട്ടുള്ള പുഴകൾ, നദികൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. ഭൂമി ദേവിനെ ആദ്യം അറസ്റ്റ് ചെയ്യണം, എന്നിട്ട് മതി ഇത്. ഇതിപ്പോ ഈ കാലഘട്ടത്തിൽ പോയി ഭൂമി ദേവിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഭൂമി ദേവിക്ക് സ്ത്രീധനം മേടിക്കാം. പിന്നെ ഈ ഭൂമിയിൽ ചവിട്ടിക്കണം. എനിക്ക് എന്തുകൊണ്ടാണ് സ്ത്രീധനം വാങ്ങിച്ചുകൂടാത്തത്? അങ്ങനെ എന്റെ കല്യാണത്തിൽ നിങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചു ചോദിക്കണ്ട. നീ എന്നെ ചതിച്ചടാ. നിങ്ങൾ ഞാൻ എന്ത് ചോദിച്ചത്? കുറെ നേരം പറയാൻ അവന് ഭയങ്കര ചാട. നിന്റെ അമ്മ, നിങ്ങൾ കേക്കണം, എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയി. ഇവനെ ഞാൻ എണ്ണയും തേച്ച് പാളയിൽ കുളിപ്പിക്കാൻ കിടത്തി. ഞാൻ അടുക്കളയിലോട്ടൊന്ന് മാറിയ സമയത്ത് ഒരു കുരങ്ങൻ വന്ന് എടുത്തുകൊണ്ട് പോയി. ഞാൻ കൂടെ പോയി ആ ഡാമിന്റെ സൈഡിൽ ഇട്ട് പിടിച്ചോണ്ട് വന്ന്. അന്ന് പിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഏതെങ്കിലും കൊരങ്ങച്ചിനെ കെട്ടി വള്ളിയിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നടക്കായിരുന്നു. അതിനുള്ള നന്ദി ഉള്ളടാ, നന്ദി. കറക്റ്റ് കൊരങ്ങൻ തന്നെ. അന്ന് എടുത്തോണ്ടുന്ന കൊരങ്ങനാണ് ഇവനാണെന്ന് എനിക്കൊരു സംശയം.
എന്തായാലും അന്ന് ഞാൻ കുരങ്ങം പിടിച്ചുകൊണ്ടായിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവന്ന ഒരു അമ്മാവനല്ലേ, അപ്പൊ തൽക്കാലം നമുക്ക് അമ്മാവൻ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് തലവേദന. അതല്ല അതല്ല, ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. നമ്മൾ ഈ അമ്മാവന്മാരെ ഒന്നും ചെയ്യരുത്. കാരണം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. കാരണം ഈ സ്ത്രീധനം മേടിക്കലൊക്കെ പ്രശ്നമായതുകൊണ്ട് ഈ പെണ്ണുകാണൽ ചടങ്ങിൽ ഇപ്പൊ അമ്മാവന്മാരെ കൊണ്ടുപോകണം. കാര്യം എന്താണെന്നറിയാം, ഈ പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടി ഈ സ്ത്രീധനത്തെ കുറിച്ച് ചോദിക്കൽ ആരാണ്? അതിന്റെ ഡ്യൂട്ടി ആർക്കാണ്? അതെ, നിങ്ങൾ പെൺകുട്ടിക്ക് എന്ത് കൊടുക്കും? ഇനി അത് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇനി പെണ്ണുകാണൽ ചടങ്ങിന് അമ്മാവന്മാരെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ വംശനാശ ഭീഷണിയിലാണോ? അതെ. അവസാനത്തെ ഐറ്റം അവിടെ ഇരുത്തിക്കോ. എന്റെ അഖിലേ, നീ ഒരു ശ്വാസം കൊടുത്തേന്ന്. നീ ഒന്ന് ശ്വാസം കൊടുത്തേ. എന്താണെന്നറിയാമോ, ലീത എന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ സമ്മതിക്കില്ല. ഈ എപ്പിസോഡ് ക്യാഷ് ചെയ്യാനുള്ള വകുപ്പ് എന്റെ അടുത്തുണ്ട്. നമ്മൾ സ്ത്രീജന കമ്മീഷനിലേക്ക് വിളിക്കാം. എന്നിട്ടൊരു പരിപാടി ഉണ്ട് നമുക്കുണ്ടല്ലോ. സ്ത്രീജന കമ്മീഷന്റെ കൂടെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടി വിളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി കൂടെ കളറാക്കാം. അപ്പൊ ഗസ്റ്റ് വരുന്നു, മത്സരങ്ങൾ വരുന്നു, സ്ത്രീജന കമ്മീഷന്റെ ചെയർപേഴ്സൺ വരുന്നു. നമ്മൾ റേറ്റിംഗോട് റേറ്റിംഗ് ആയിരിക്കും കേട്ടോ. അതാണ് പേയ്മെന്റ് വരെ നമുക്ക് കൂടുതൽ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളികളുടെ മനസ്സിനെ അല്ലെങ്കിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഞണ്ടുപോലെ ഇറക്കി പിടിച്ചു വന്നൊരു നായിക, മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന നദി, ഐശ്വര്യമുള്ള ഐശ്വര്യ റായ്. അല്ല, ഐശ്വര്യ ലക്ഷ്മി. എന്താണ് എനർജി, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരെ കണ്ടില്ലല്ലേ, സൈഡിൽ നിന്നല്ലേ കണ്ടേ, അതുകൊണ്ടാ തോന്നുന്നത്. ഈ സൈഡിൽ നിന്ന് കാണുന്ന എനർജി സ്ട്രൈറ്റ് കാണുന്ന എനർജി രണ്ടാണ്. അതെ അതെ അതെ, നല്ല കുപ്പായൊക്കെയാണല്ലോ. താങ്ക് യു താങ്ക് യു. അടിപൊളിയാണല്ലോ. നിങ്ങൾ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇല്ല, നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു കോമ്പിനേഷൻ ആണ്. പരീക്ഷിക്കാന്ന് കേട്ടോ ആൾക്കാർക്കൊക്കെ. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്തായാലും വളർന്നു വരുന്ന ലേഡി സൂപ്പർ സ്റ്റാർ ഐശ്വര്യ ലക്ഷ്മിക്ക് ഉഗ്രം കൈഡിയോടെ. ഐശ്വര്യ, ഇപ്പൊ എന്തായാലും OTT പ്ലാറ്റ്ഫോമിലൂടെ ജഗമിതന്തിരം വന്നിട്ട് മലയാളികൾ എല്ലാവരും ഭയങ്കര രസമായിട്ട് അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ സമയത്ത് പറയാനുള്ളൊരു കാര്യം? ഞാൻ അതിലൊരു ശ്രീലങ്കൻ പെൺകുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. നമുക്കൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ലൈക്ക് ആ സിനിമയിൽ ആ ക്യാരക്ടറിനുള്ളത്. നമ്മളൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങളാണുള്ളത്. ഇപ്പൊ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ആദ്യം ഇതുപോലത്തെ ഒരു എന്റെ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഒരു സദസ്സിലാണ്. ഫുൾ ഒരു പബ്ബില് പാട്ടൊക്കെ പാടി. ഇവരുടെ ഇന്ന് കല്യാണം കഴിഞ്ഞ് വന്നേക്കാം. കല്യാണം കഴിഞ്ഞ് നേരെ ഈ സെറ്റിലേക്കാ വന്നേ. ഇവർ സ്ത്രീധനം വാങ്ങാതെയാണ്, സ്ത്രീധനത്തെ എതിർക്കുന്നവരാണ്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി ഐശ്വര്യ ലക്ഷ്മി പാടണം. പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരു പാട്ട് പോലും ഓർമ്മ വരുന്നില്ല. പിന്നെ അവസാനം വെണ്ണില ചന്ദനക്കണ്ണൊക്കെ പാടും. അത് നല്ല പാട്ടല്ലേ വെണ്ണില ചന്ദനക്കണ്ണ? അത് പോരെ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ഞാറ്റക്കിളി പോകും നേരം, മഞ്ഞളിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരുപാട് മത്സരങ്ങളും ഒരുപാട് ചിരിയുടെ പൂരമൊക്കെ ഐശ്വര്യ കാത്തിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യ. അത് നമ്മൾ എഴുതി വെക്കും. ഐശ്വര്യ ഇന്നത്തെ എപ്പിസോഡിന്റെ ഐശ്വര്യം. ഞാൻ പോട്ടെ. മധു, അപ്പൊ നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഐശ്വര്യമായിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അതെ, നല്ല ചിരിയോടുകൂടി. അപ്പൊ നമുക്ക് ഒരുപാട് ഗെയിംസ് വരാനുണ്ട്, ഒരുപാട് ഫൺ വരാനുണ്ട്, ഇനി ഒരുപാട് വലിയൊരു ട്രീറ്റ് തന്നെ വരാനുണ്ട്. 2 ടീമുകൾ ശരിക്കും അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് ഒരു ഉഗ്രം പോരാട്ടം കാഴ്ചവെക്കാൻ പോവാണ് ഇനി നമ്മുടെ മുൻപിൽ. അതിന് വേണ്ടിയിട്ട് പക്ഷേ ഈ ഫ്ലോർ ഇങ്ങനെ വെറുതെ കിടന്നാൽ പോരാ, നമ്മൾ 2 പേര് മാത്രം വരാം. ഒരുപാട് പ്രോപ്പർട്ടീസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പ്രോപ്പർട്ടി വരട്ടെ. ദേവാസുരവും മധുര രാജിയും തമ്മിലുള്ള അങ്കമാണെത്തി. 2 ടീമുകൾ മത്സരിക്കാൻ പോകുന്നു. 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 2 ടീമുകൾ മത്സരിക്കാൻ പോകുന്നു.
നല്ലൊരു നിറവുള്ള സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതെ. സാധാരണ ഈ ഇലക്ഷന്റെ ഒക്കെ സമയമാകുമ്പോഴേ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, കേരളം ഇടത്തോട്ടോ വലത്തോട്ടോ. അതെ. നടക്ക് നിൽക്കുന്ന ഈ പോള് വലത്തോട്ടോ ഇടത്തോട്ടോ പോയിട്ട് ഈ ബലൂൺ പൊട്ടിക്കുക, അതാണ് ഗെയിം. പോൾ എന്ന് പറയുന്നത് ഈ വടി, പോൾ എന്ന് പറയുന്നത് ഈ വടിയാണ്, അല്ലാണ്ട് പോൾ ജേക്കബ് അല്ല. ഈ പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പോളിന്റെ മേലെ നിങ്ങൾ കയറി നിന്നതിന് ശേഷം ഇതിങ്ങനെ വലത്തോട്ടും പോവും ഇടത്തോട്ടും പോവും. ഞാനൊന്ന് കയറി കാണിച്ചു കൊടുക്കുമ്പോ ഓക്കെ. ഈ പോളിൽ കയറിയതിനു ശേഷം ഇതിന്റെ മേലെ നിന്നുകൊണ്ട് ഒരാള് നിയന്ത്രിക്കുന്നുണ്ട്, എല്ലാം അറിയുന്ന ഒരാള്. അപ്പൊ ആ പുള്ളിക്കാരൻ ഇടത്തോട്ടും തിരിക്കും വലത്തോട്ടും തിരിക്കും. ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുത്തേ മാത്തോ. നമ്മൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കും. അങ്ങനെ ചവിട്ടി ആ ബലൂണുകൾ ഏറ്റവും കൂടുതൽ പൊട്ടിക്കുക എന്നുള്ളതാണ് ഓരോ ടീമിന്റെയും ദൗത്യം. മാത്തു, സ്റ്റേഷൻ കിട്ടി. നേരത്തെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ സ്റ്റേഷൻ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ എവിടെന്നാ വന്നതെന്ന് വരെ ആലോചിച്ചു പോയി. അതിഭീകരമായ ഒരു ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മധുര രാജയെന്നും ദേവാസുരത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ട് ഇത് മത്സരിക്കാൻ പോവാണ്. നടക്കുവോ? രണ്ട് ടീമുകൾക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷൂസ് തരും. ആ ഷൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ജെയിംസ് ബോണ്ട് സിനിമയിൽ കാണുന്ന പോലെ അതിന്റെ അറ്റത്തൊരു ചെറിയ സൂചി ഉണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടക് 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 എന്ന് ബലൂൺ പൊട്ടിക്കാൻ പറ്റും. ഇതാണ് ഐറ്റം. അറ്റത്തൊരു ചെറിയ നീഡിൽ വെച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതും കൊണ്ട് എളുപ്പത്തിൽ കുത്തി പൊട്ടിക്കാൻ പറ്റും നമ്മുടെ ബലൂൺ. റെഡിയാണോ? റെഡിയല്ലേ? അപ്പൊ നമ്മൾ മത്സരം തുടങ്ങാൻ പോവാണ്. നമുക്ക് ഈ റൗണ്ടിന്റെ പേര് ഇതേവരെ പറഞ്ഞില്ല. ഈ പ്രധാനപ്പെട്ട റൗണ്ടിന്റെ പേരാണ് അക്കരെ ഇക്കരെ. അക്കരെ ഇക്കരെ മത്സരം ആരംഭിക്കാനായിട്ട് പോകുന്നു. ഏറ്റവും ആദ്യം പങ്കെടുക്കാനായിട്ട് വരുന്നു മധുര രാജയിൽ നിന്നും ശ്രീജി. ഇന്ന് ജയിച്ചിട്ടാണ് നമ്മൾ പോകുന്നുള്ളൂ. കേറുമ്പത്തെ ഞാൻ അവിടുന്ന് ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര ഈസിയാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോ ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്. അടിച്ചിട്ടാണ് പോയേക്കണേ. അതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തോറ്റാലും ജയിച്ചാലും മറ്റേ ജയിച്ച് മറ്റേന്നൊക്കെ പറഞ്ഞ് മോളിൽ കയറിയപ്പോ പോയി. ഇത് പൊരുതി എന്നല്ല പറയാ, ഈ ചില കോഴിയൊക്കെ പൊരുന്തും എന്ന് പറയും. അപ്പൊ എന്തായാലും ഇതിനകത്ത് കേറിയിട്ട് കാണാം, പൊരുന്തുവാണോ അതോ പൊരുതുവാണോ. Your time starts now. Come on, come on. ചവിട്ട് പൊട്ടിക്കേ. കൊടുത്തോ. പൊട്ടിക്കേ. പൊട്ടിക്കണം. ഇത് ഒരെണ്ണം മാത്രമല്ല, ബസ്സിന് കേൾക്കുന്നവരെ സമയമുണ്ട്. ബസ്സിന് കേൾക്കും. ശ്രീതേ, എങ്ങനെയുണ്ടായിരുന്നു ഈ ചാഞ്ചാട്ടം? അടിപൊളിയായിരുന്നു. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗെയിം ആട്ടോ. എല്ലാവരും മാറി നിൽക്കുന്നത് എല്ലാവരും ചെയ്യണം. അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും 2 ബലൂൺ തട്ടി കളഞ്ഞിട്ടുണ്ട്. ആ തട്ടി കളഞ്ഞ് നമ്മൾ മാർക്കിൽ കൂട്ടുന്നതല്ല. 7 എണ്ണാണ് ഈ സൈഡിലുള്ളത്, 9 എണ്ണം ഈ സൈഡിലും ഉണ്ട്. അപ്പൊ 16 ബലൂണുകൾ ചവിട്ടി പൊട്ടിച്ചിരിക്കുന്നു. 16 ബലൂണുകൾ എന്ന് പറയുന്ന ഉഗ്ര റെക്കോർഡാണ് ശ്രീജിത്ത് ഇട്ടു പോയിരിക്കുന്നത്. ഒരു ഉഗ്ര കൈയുടെ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ അടുത്ത ടീമിൽ? നമ്മുടെ ദേവാസുരൻ ടീമിൽ ആരെങ്കിലും ഉണ്ടോ? ഷൂസ് ഒക്കെ പിന്നെ ഈ മത്സരം കഴിയുമ്പോ ഇവിടുത്തെ പെൺകുട്ടികൾക്കൊക്കെ ഈ ഷൂ തരുന്നതായിരിക്കും. കാരണം ബൈജോണിന് അടുത്ത് പറഞ്ഞ് വെച്ച് കുത്തി കൊടുത്താൽ ഈ അവസരത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്?
അല്ല, എനിക്ക് നിങ്ങളോടും എനിക്ക് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ആട്ടാൻ നിൽക്കുന്ന അണ്ണന്മാരുടെ ശ്രദ്ധയ്ക്ക് ഒരു മയത്തിനെ കാട്ടണം. ഇവിടെ ഇട്ടിങ്ങനെ അരി ഒടുങ്ങുന്നുള്ള ഒരു മനുഷ്യജീവനാണ്. റെഡിയല്ലേ അഖിൽ? അഖിൽ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെ 8 ബലൂൺ പൊട്ടിച്ചു. 9, 10, 11, 12, 13, 14, 15, 16, 17. അല്ല, അപ്പൊ നേരത്തെ 15 നിങ്ങൾ എണ്ണിയതോ? അത് ആ സമയത്ത് ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. 2 ബലൂണൊക്കെ ഒരുമിച്ച് പൊട്ടുന്ന സമയത്ത് നമുക്ക് മറ്റേ തേടം പേരിന് വിധി കൊടുക്കാൻ പറ്റുമോ? നിന്റെ അടുത്ത് തോറ്റിട്ട് വരാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എണ്ണനുസരിച്ചാണ് ഞാൻ പൊട്ടിച്ചോണ്ടിരുന്നത്. നിങ്ങൾ 13 എണ്ണിയുള്ളൂ. സോറി, സത്യം പറഞ്ഞ കല്ലു, ഞാനും വിചാരിച്ചത് 15, പക്ഷെ 17. എന്റെ കണക്ക് കൂട്ടിൽ നിന്നും 2 എണ്ണം കൂടുതൽ. അപ്പോൾ ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു ടീം ദേവാസുരം എന്നാണ് പറഞ്ഞ, മധുരരാജ എന്നല്ല. കൊടുക്കുന്നോ? ഇല്ല, അത് പാരമ്പര്യമായിട്ട്. ഐശ്വര്യ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത് ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, പക്ഷെ കാണുമ്പോ ചെയ്യാൻ തോന്നുന്നുണ്ട്. തരിപ്പില്ലേ? അതെ അതെ, പക്ഷെ ഈ കോസ്റ്റ്യൂം വേണ്ട, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും വന്നേനെ. മാത്തിക്കുട്ടി, യു ക്യാൻ ട്രൈ. അല്ല കലശേട്ടാ, ഹി ക്യാൻ ട്രൈ. ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ചത് ടീം ദേവാസുരമാണ്. ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാണ് വരുന്നത് മധുരരാജ്യയിൽ നിന്ന്? ജൂഹി. സാധാരണ എപ്പോഴും ഗെയിം വരുമ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചറച്ചു നിൽക്കുന്ന ജൂഹി ഇതിന് ചാടി വന്നിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ കാണാം ഒരാള് മറ്റേ പറന്നൊക്കെ പോകുന്ന അപ്പുറത്ത്. ഒന്ന് കളിക്കാൻ പറ്റുമോ ഇത്? ഏത് ഈ വണ്ണം വെച്ചിട്ട്? എന്ത് വണ്ണം? ഞാൻ കളിച്ചേനായിരുന്നു. എന്റെ ഡ്രസ് നോക്ക്. അത് കുഴപ്പം, നമുക്ക് ഡ്രസ്സൊക്കെ മാറാം. അതെ ജൂഹി, മറ്റേത് കല്ലു, ഞാനൊരു കാര്യം പറയട്ടെ. നടുക്കൊരു ടാപ്പും 4 കലവും കൂടെ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നു സീൻ. ആ ഒരു നിലവാരം ഉണ്ടായിരുന്നു മൊത്തത്തില്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് ഈ സ്റ്റെപ്പിലേക്ക് അങ്ങോട്ട് കയറി. റെഡി അല്ലേ? നമ്മളെല്ലാവരും നീ ഇങ്ങനെ വേറൊരു നിലയിൽ നിന്നിട്ട് നോക്കി കാണുമ്പോ നിനക്ക് എന്താ തോന്നണേ? എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങളെ തന്നെ നോക്കുമ്പോ എന്റെ തല Your time starts now. ഒന്നും പൊട്ടിയിട്ടില്ല. Oh, nice try, nice try. You can, you can. നിന്റെ ധൈര്യം എന്തായാലും പൊളിച്ചു മുത്തേ. അതെ 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 അതെ. ജൂഹിക്ക് എല്ലാവരും ചേർന്ന ഒരു ഗംഭീര കൈയ്യടിയോടെ നമുക്ക് ബലൂണിന്റെ എണ്ണം എണ്ണിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. എണ്ണി വെറുതെ എന്തിനാണ് മാനം കെടുത്തുന്നത്? 1, 2, 3.
അവിടെ കല്ലൂർ പൊട്ടിച്ച കൊച്ചിന്റെ കൈ കൂടെ കരയണ്ട. ഇവിടെ അവിടെ ഇല്ല ഇല്ല ജൂഹി എന്റെ അഭിപ്രായത്തില് ഇതുവരെ ഒരു പെൺകുട്ടി പോലും മുന്നോട്ട് വന്നില്ല. പക്ഷെ ജൂഹി ധൈര്യമായിട്ട് മധുരരാജ ടീമിൽ നിന്ന് മുന്നോട്ട് വന്ന് ശക്തമായിട്ട് പിടിച്ചു തന്നെ കളിച്ചു. എനിക്കൊരു കാര്യം പറയണ്ടേ, കാരണം നമ്മൾ ജൂഹിയുടെ ഹൈറ്റും കൂടി കണക്കിലെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആക്ച്വലി ജൂഹിക്ക് എക്സ്ട്രാ ആണ്. അപ്പൊ ജൂഹിക്ക് സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ജൂഹിയുടെ ഇങ്ങോട്ട് നീക്കി കൊടുക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു ജൂഹിയുടെ മൊത്തത്തിലുള്ള ഒരു ശാരീരിക അവസ്ഥ വെച്ചിട്ട് കാലങ്ങൾ എത്തുന്നുണ്ടായിരുന്നില്ല എന്ന് ഐശ്വര്യ പറഞ്ഞ കാര്യം ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം മത്സരിക്കാനായിട്ട് അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് ടീം ദേവാസുരത്തിൽ നിന്നും വരദ വരട്ടെ. വരദയും അങ്ങനെ തട്ടേ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ തട്ടയിൽ ആ തട്ടയിലേക്ക് കയറി നിന്നതിന് ശേഷമുള്ള അഭ്യാസമാണ് കാര്യം. സേഫ് അല്ലേ? സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ, വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വരദ ആ മൈക്കൊക്കെ തന്നിട്ട് ധൈര്യമായിട്ട് കയറിക്കോ. കയറിക്കോ. Your time starts now. വരട്ടെ. Come on. 1 2 അത് വേണ്ട. ഈ ചവിട്ടി പൊട്ടിച്ചാലും കടിച്ചു പൊട്ടിച്ചാലും മതി. കടിച്ചു പൊട്ടിക്കേ. നല്ല രസമുണ്ടായിരുന്നു പരിപാടി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് മാത്തുക്കുട്ടി സാർ കാണിച്ചു കൊടുക്കുമെന്ന്. എനിക്കൊരു പരാതിയുണ്ട്. ഈ പാവപ്പെട്ട സാഹചര്യം 7 വട്ടം എണീറ്റ് എന്തോ കോമഡി പറയാം. നിങ്ങൾ ആരും സമ്മതിക്കല്ല. ഈ പുള്ളി ഉപ്പിലിട്ട് വെച്ചേക്കണതല്ല അവിടെ. കോമഡി എന്താന്ന് വെച്ചാൽ പറഞ്ഞു. അല്ല വരദ ചവിട്ടുന്നതിന്റെ ഒരു സാധനം. വരദ എനിക്ക് അപ്പുറത്ത് പോയിട്ട് കറക്റ്റ് ആയിട്ട് ചവിട്ടി, ഇവിടെ വന്നപ്പോ കറക്റ്റ് ജിഷിനെ ചവിട്ടണമല്ലോ ഇങ്ങനെയൊക്കെ ചവിട്ടണുണ്ട് പുറം കാലം. ശ്രദ്ധിച്ചു നോക്ക്, റിവൈൻഡ് ചെയ്ത് നോക്കി. അത് അത്ര ആലോചിക്കാത്തോണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കറക്റ്റ് ആയിട്ട് മുഖം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. യെസ്, എന്തായാലും വരദ അറിയിക്കോ. ഈ സൈഡില് ഒരേ ഒരെണ്ണം ഒറ്റ ബലൂണാണ് പൊട്ടിച്ചത്. എണ്ണാൻ അധികമൊന്നും കിട്ടിയില്ല. പക്ഷെ ഈ സൈഡ് കുറച്ചുകൂടി ഭേദമാണ്. 1 2 3 4 5. അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് വരദ പൊട്ടിച്ചിരിക്കുന്നത് 5 1 6 ബലൂണുകൾ വരദ പൊട്ടിച്ചു. ഈ അടുത്ത കാലത്ത് വന്നതില് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഗെയിമാണ്. കാരണം ഇതിൽ നമ്മുടെ ബാലൻസും കീപ്പ് ചെയ്യണം, ബലൂണിന്റെ ബാലൻസ് നമ്മൾ നോക്കിയിട്ട് പൊട്ടിക്കണം. അങ്ങനെ മൊത്തം ബാലൻസിന്റെ ഒരു കളിയാണ്. പിന്നെ ഒന്നുകൂടെ നോക്കണം, തിരിച്ചു വരുമ്പോ കയറിയ ആളിന്റെ ബാലൻസ് വല്ലതും ഉണ്ടാവും. അതാണ് സത്യത്തിൽ ഈ സിംഗ്മാർക്ക് കളിക്കാൻ പറ്റിയ ബാലൻസിംഗ് ആക്ട് ആണ്. ആ കോട്ടൂരല്ലേ, കോട്ടൂരരുത്, അത് അതിനകത്ത് കിടന്ന് മരിക്കണം. അല്ല ഇല്ല, 25 അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോ 2 ചീഞ്ഞു പോകും. നമ്മൾ എന്ത് ഈ ചളി കോമഡി പറഞ്ഞാലും പുള്ളിക്ക് അത് വേണം. നല്ലത് വേണ്ട പുള്ളിക്ക്. അതെന്താ സംഭവം അറിയോ? പുള്ളിക്ക് ഈ ചെമ്മീൻകെട്ടിന്റെ പരിപാടി ഉണ്ട്. ഈ ചളി മുഴുവൻ കൊണ്ടുപോയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മത്സരത്തിൽ ഇനി വരേണ്ടത് ടീം മധുരരാജിയാണ്. ടീം മധുരരാജിയിൽ നിന്നും നീനു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സത്യ എന്ന പെൺകുട്ടിയല്ല, ആൺകുട്ടി. നമ്മുടെ സി കേരളത്തിന്റെ പ്രേക്ഷകർക്ക് കണ്ട് പരിചയമുള്ളത് സത്യ എന്ന് പറയുന്ന ആൺകുട്ടിയാണ്. അപ്പൊ ആൺകുട്ടി കരുത്തുമായിട്ടാണ് സത്യ ഇതിന്റെ മുകളിലേക്ക് കയറാൻ പോകുന്നത്. സിംഗപ്പെണ്ണേ, നീ ശക്തിയായിട്ടൊരു പെൺകുട്ടിയല്ലേ?
അതെ സത്യമായിട്ടുള്ള പെൺകുട്ടി തന്നെയാണ്. പക്ഷെ ഹൈറ്റ് ഒരു പ്രശ്നമാണ്. ധൈര്യം കൊടുത്തേ. ആള് കുറച്ചു നേരത്തെ ഹൈറ്റ്സിനെ പേടിയാണ് എന്ന് പറയുന്നത് കേട്ടു. എന്നിട്ടും ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണ് അതിനൊരു ക്ലാപ്പ് കൊടുക്കുന്നത്. അല്ലല്ല, കുട്ടിക്ക് ഹൈറ്റ് പേടിയാണ്. ഏറ്റവും പേടിയുള്ളത് ബാബു ആന്റണിയും ക്യാപ്റ്റൻ രാജുവിനും. പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. പവനായിക്കെ കണ്ട ഭയങ്കര പേടിയാണ്. ഈ കോമഡി ഞാനൊരു കാര്യം പറയട്ടെ. നീ ആലപ്പുഴയിലേക്ക് നിന്റെ ജീവിതം ഇങ്ങോട്ട് മാറ്റുന്നതാണ് ആയിരിക്കും നല്ലത്. നിന്റെ താമസം ആലപ്പുഴയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിന്ന് ചെളിവാരി എറിയാം, ചെളിവാരി പിന്നെ തേക്ക എന്ത് വേണമെങ്കിലും. പ്രതിമ നിർമ്മിച്ചിട്ടേ പോകും. ഇനി നമ്മുടെ സത്യമാണ്, നമ്മുടെ ദീനുവാണ് മത്സരിക്കാൻ പോകുന്നത്. ദീനു കേൾക്കോ. നിനക്ക് എപ്പോഴും കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? ഇപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ട് എന്തോ തോന്നുന്നു? മുകളിൽ കയറിയപ്പോ കൈയും കാലും നന്നായിട്ട് ഇറക്കി. ഈ ഒരു കാലം കൊണ്ട് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മത്സരത്തിലേക്കുള്ള തട്ടകമായി. അവിടുന്ന് ഒരു 3 പ്രാവശ്യം ചാട് താഴെ. അപ്പൊ ആ കോൺഫിഡൻസ് നിനക്കെന്റെ കട്ടപ്പോ കണ്ടാലേ തൃപ്തി ആകത്തുള്ളല്ലേ? നിനക്കൊരു ഭയമുണ്ടെങ്കിൽ ആ ഭയത്തിനെ നമ്മൾ ഏറ്റവും ആദ്യം എതിരിടണം. എന്നിട്ട് ആ ഭയത്തിനെ തോൽപ്പിക്കണം. കമോണ്ടർ വായിച്ചേ. നിനക്ക് എളുപ്പത്തിൽ നോ എന്ന് പറയാം, പക്ഷെ യെസ് എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രമായി മാറും. വരട്ടെ. അവിടെ കയറി നിന്നതിന് ശേഷം മാത്രമേ ഇത് മൂവിയുള്ളൂ. നീ ധൈര്യമായിട്ട് കയറിക്കോ. എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര ഷിവറാണ്. ഒന്നും വേണ്ട, പറ്റൂല, കുഴപ്പമില്ല. നോ പ്രോബ്ലം. വേറെ ആളെ വിടാം. ഞാനൊരു കാര്യം പറയാം. നാളെ ഒരിക്കൽ നീനു തീർച്ചയായിട്ടും ഇതേപോലൊരു മത്സരവേദിയിൽ വരുന്ന സമയത്ത് അവൾ നിന്റെ മേലെ കയറിയിരിക്കും, ആടിയിരിക്കും, നിങ്ങളെയൊക്കെ തോൽപ്പിച്ചിരിക്കും. എനിക്ക് നീനുവിനെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ കേട്ടോ. അന്ന് ഒരു വാട്ടർ ഗെയിം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആരും ചെയ്തില്ല, കാരണം നനയും അതും ഇതൊക്കെ പറഞ്ഞു. അതും ഇതേപോലെ ഹൈറ്റിലായിരുന്നു. നീനു ആണ് ഞങ്ങളെല്ലാവരെയും മുന്നിൽ നിർത്തി, നീനു ആണ് അത് വന്ന് ചെയ്യാന്ന് വെച്ചാൽ നീനുവിന് നല്ലൊരു ക്യാഷ് അവാർഡും കിട്ടിയതാണ്. ഐശ്വര്യലക്ഷ്മി ഇപ്പൊ പറയണ്ട, പോയിട്ട് പറയാം. നമ്മുടെ മധുര രാജ ടീമിൽ നിന്ന് നീനു ആയിരുന്നു. നീനുവിന് ഹൈറ്റ് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അടുത്തതായി ഈ വേദിയിലേക്ക് പച്ചപ്പും ഹരിതാഭയും പകരാനായിട്ട് ഹരിത എത്തുന്നു. ഹരിത അപ്പൊ അങ്ങനെയാണ് ഞാൻ മത്സരത്തിലേക്ക് നമുക്ക് കേൾക്കാം. അതിപ്പോ ബാലൻസ് കിട്ടിയില്ലേ? പൊട്ടിക്കേ പൊട്ടിക്കേ പൊട്ടിക്കേ. പോട്ടെ. അടിപൊളി. പൊട്ടിക്കേ പൊട്ടിക്കേ പൊട്ടിക്കേ. അടിപൊളി അടിപൊളി.
ബെലൂണുകളുടെ ധീര വനിതയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹരിത. ഐശ്വര്യ ലക്ഷ്മി, എന്ത് തോന്നി? എനിക്ക് ശരിക്കും ഹരിത ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി. പക്ഷെ വേണ്ട, അത് വേണ്ട, വേണ്ട. ഓക്കെ, ഒരെണ്ണം ഒരു ബലൂൺ തെറിച്ചു പോയായിരുന്നു, അതുകൊണ്ട് ഞാനത് മാറ്റി. 1 2 3 4 5 6 7 8. വലത്തേക്കാലിനാണ് ശക്തി കൂടുതലെന്ന് തോന്നുന്നു. കാരണം 1 2 3 4 5. അപ്പോ 13 ബലൂണുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹരിതയ്ക്ക് ഒരു ഉഗ്രം കൈയടി കൊടുത്തിട്ട് നമുക്ക് സീറ്റിലേക്ക് വിടാം. മത്സരങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യവും യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാതെ വിജയികളായിരിക്കുന്നു ടീം ദേവാസുര. വിജയികൾക്ക് ലഭിക്കുന്ന 10,000 രൂപ ഈ കുറയും സ്വന്തമാക്കിയിരിക്കുന്നു ദേവാസുരം. അതെ, ഐശ്വര്യക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ടോ ഇതിനകത്ത് ഇത് റെക്കോർഡ് ചെയ്യാത്തപ്പോ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ആണോ? ഒരു അതിലിങ്ങനെ ഊഞ്ഞാലാടി പോയി ഒരു ബലൂണെങ്കിലും പൊട്ടിക്കണമെന്ന് അത് നന്നായിട്ട് തോന്നും. ഹരിതയുടെ പെർഫോമൻസ് കണ്ടപ്പോ തോന്നിയില്ലേ? തീർച്ചയായും. നമുക്കൊരു പണി ചെയ്യാം. ക്യാമറ ചേട്ടന്മാരോട് മൊത്തം അത് ഓഫ് ചെയ്യാൻ പറയാം. ഒന്ന് മത്സരിച്ചു നോക്ക്. നല്ലതായിരിക്കും. ബ്രേക്കിന് പോവാമേ. അപ്പൊ ഐശ്വര്യക്ക് ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ബ്രേക്ക് എടുക്കാം. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഈ തരിപ്പ് സിംഹാസനാണ്. അതായത് കണ്ടിട്ടൊരു ഒരു പ്രശ്നം തോന്നുന്നു. അതെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഒബാമ മുതല് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സീറ്റാണത്. അതെ, എത്രയോ പേര്, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, അവരൊന്നും ഒക്കെ വിളിച്ചു വെച്ചിട്ടുണ്ട്. രമ്യ കൃഷ്ണൻ. കാരണം അവര് ഈ പടയപ്പയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റിയ ഒരു സിംഹാസനമാണ് ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നല്ല, ഇത്രയും പേര് ആഗ്രഹിച്ച ആ വലിയ സിംഹാസനം, ആ കനക സിംഹാസനം, ആ തരിപ്പ് സിംഹാസനം നമ്മൾ നൽകുകയാണ് നമ്മുടെ സ്വന്തം ഐശ്വര്യ ലക്ഷ്മിക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ഐശ്വര്യമായ ഐശ്വര്യ ലക്ഷ്മി തരിപ്പ് സിംഹാസനത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഇനി ഗെയിം എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ഐശ്വര്യയുടെ നായകന്മാരെ നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബീപ്പ് സൗണ്ട് വരും. ആ ബീപ്പ് സൗണ്ട് വരുന്ന സമയത്ത് ആദ്യം പുകഴ്ത്തണം, പിന്നെ ഇകഴ്ത്തണം. എന്തൊരു സുന്ദരനാണ്, എന്ത് നല്ല ചിരിയാണ്. ആ മുഖത്തേക്ക് നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ തോന്നുന്നു? തോന്നില്ല. ഇനി ബീപ്പ് വരുന്നില്ലല്ലോ. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. സമീറ ചേച്ചി എന്നോട് ക്ഷമിക്കണം. നല്ല മീശ, നല്ല മൂക്ക്, നല്ല കണ്ണ, കണ്ട് ബ്രൗൺ കളർ കണ്ടിട്ടുണ്ട്. എന്ത് രസാണ്. ഇതില് 2 ടൈപ്പിലാണ് പുള്ളി ചിരിക്കുന്നത്. ആ ചിരിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സിനിമ മഹേഷിന്റെ പ്രതികാരത്തില്? എന്ത് നല്ല മുടി, എന്ത് നല്ല ചിരി, എന്ത് നല്ല കണ്ണ്, എന്ത് നല്ല ചെവി. എന്നാലും എന്നെ കളഞ്ഞിട്ട് പോയില്ലേ മാതാ. അത് നല്ല കാറുണ്ട്, 2-3 കാറുണ്ട്, നല്ല സ്വഭാവമാണ്, 2 നല്ല ഭംഗിയുള്ള മക്കളുണ്ട്, നല്ല ഭാര്യയുണ്ട്. അതൊരു ഒന്നുകൂടി അടുത്ത ഫോട്ടോ. നല്ല അഭിനേതാവാണ്, നന്നായി നല്ല സിനിമകളിലാണ് അഭിനയിക്കുന്നത്, നല്ല ഭംഗിയുള്ള ഭാര്യയുണ്ട്. വൃത്തികെട്ട കുറെ ഫ്രണ്ട്സും ഉണ്ട്. ഇവിടെ കാണിക്കാം. പിന്നെന്താ? എന്ത് നല്ല മുടി, എന്ത് നല്ല ചിരി, എന്ത് നല്ല കണ്ണ്, എന്ത് നല്ല കാത്. അടുത്ത ഫോട്ടോ. എന്നെ മറ്റേ ലവ് യു പണ്ണ പൂച്ചി. പുള്ളി ഭയങ്കര അടിപൊളിയാണ്, നന്നായിട്ട് അഭിനയിക്കും, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, രജനീകാന്തിന്റെ മരുമകനാണ്. പുള്ളി പക്ഷെ ഇപ്പൊ മലയാള സിനിമ അഭിനയിക്കുന്നില്ല. മലയാള സിനിമ പണ്ടേ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഷോക്ക് അടിച്ചോണ്ട്.
ഞാൻ ഈ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരില്ലായിരുന്നു. വന്ന സമയത്തിനേക്കാളും കൂടുതൽ എനർജി ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ. ഇല്ല, നന്നായി ശരിക്കും ഐശ്വര്യയുടെ മുഖം കണ്ട് മനസ്സിലാവും നമുക്ക്. ഓക്കെ വൈചേട്ടാ. ഐശ്വര്യ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ വരാമോ അങ്ങോട്ടെ? വരൂ, കടന്നു വരൂ. ഞാൻ ഐശ്വര്യയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അതിനെന്തിനാ ഇപ്പൊ കണ്ണാടി? എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് തെറ്റിദ്ധരിക്കരുത്. എന്തിന്? എനിക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കണം. ഓക്കെ, പക്ഷെ ചേട്ടന് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ? അതായത് ഹീറോ ആയിട്ട് അഭിനയം ഇപ്പൊ കണ്ടില്ലേ, കോമഡി ചെയ്യണം. ഞാൻ കോമഡി ചെയ്യും. ഞാൻ ഭയങ്കര കോമഡിയാ. മനസ്സിലായി. ചില സമയം അതെ, ഞാൻ കോമഡി ചെയ്യും. ഞാൻ ഡാൻസ് കളിക്കണം, ദേഷ്യപ്പെടണം. ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്ക്. ഐശ്വര്യക്ക് സമ്മതമാണോ വൈചേട്ടനോട് ഡാൻസ് കളിക്കാൻ? ഒരു പാട്ടിന്റെ ചേട്ടൻ ഡാൻസ് കളിക്കട്ടെ. അവരുടെ ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇനി സംസാരിക്കാനുണ്ടെങ്കിലോ മാറിക്കൊടുക്കാം. ഓക്കെ. காதல் வேண்டியா எனக்கு கரெக்டா യെസ്, അടിപൊളി. അപ്പൊ എന്തായാലും തൽക്കാലം സീറ്റിലേക്ക് പോയി ഞങ്ങൾ ഒരു പുതിയ സിംഹാസനം സെറ്റ് ചെയ്തതിനു ശേഷം കൂടുതൽ ഷോക്കുമായിട്ട് തിരിച്ചു വിളിക്കുന്നതാണ്. ഐശ്വര്യ നമ്മൾ ഇങ്ങോട്ട് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. പക്ഷെ ഐശ്വര്യ പോലെ തന്നെ നമുക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ കൂടി നമുക്ക് ഇങ്ങോട്ട് ഗസ്റ്റ് ആയിട്ട് വിളിക്കേണ്ടതുണ്ട്. അപ്പോ നമുക്ക് വിളിക്കാം അല്ലെ? വിളിക്കാം. ഈ ഒരു അവസരത്തിൽ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീജന കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സോഫിയ മാം വരുന്നുണ്ട്. സോഫിയ മാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരു വിവാഹമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഈ സ്ത്രീധനം പോലുള്ള അനാചാരങ്ങളെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തരം യുവജനങ്ങളാണ് നമ്മുടെ നാടിന്റെ ഭാവി ഇനി നിയന്ത്രിക്കാൻ പോകുന്നത്. അവരെ വിളിക്കാം. അവരെ എന്താ പേര്? എന്താ പേര്? അശ്വതി. ഞാൻ ആ കുട്ടിയോടല്ലേ പേര് ചോദിച്ചത്. പിന്നെ ഇയാളെന്തിനു പറയണം? പേടിയായിട്ട് പേടി. എന്ത് പേടി? എന്ത് പേടി? ഒളിച്ചോടാൻ ഒരു പേടി ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലല്ലോ. വായിൽ വല്ല പഴമുണ്ടോ? ചെവിയോട്ടൂടെ? പേരെന്താണെന്ന്? അശ്വതി. അശ്വതി. എന്താ നിന്റെ പേര്? എന്റെ പേര് അശ്വതി. അല്ല, അർജുൻ. ശ്രീധനൊന്നും വേണ്ടല്ലോ? വേണ്ട. ചോദിച്ചിട്ടില്ലല്ലോ? ഇല്ല, ചോദിച്ചിട്ടില്ല മാഡം. വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? വിളിച്ചോ? വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളി ചോദിക്കുന്നത് ശ്രീധനവും പറയുന്നത് ആ ശ്രീധനത്തിന്റെ കണക്കുമാണ്. ആരത്? ആരത്? എന്റെ ഒരു അമ്മാവനാണ്. ഞാൻ രണ്ടാമതിരിക്കും. മുണ്ടൊക്കെ താഴെയിടും. സഭ്യമായ രീതിയിൽ ഒരു വേദിയിൽ നിൽക്കണം. മൊത്തം അഴിച്ചിടണം. എന്റെ മുഖത്ത് നോക്കി അനാവശ്യം പറയരുത് കേട്ടോ. ശരി, വാചാലപ്രിയ. നിങ്ങൾ സ്ത്രീധനം ചോദിച്ചോ? ചോദിച്ചു. എങ്ങനെ ചോദിക്കാതിരിക്കും? ഇവന്റെ ഒരേ ഒരു പെങ്ങളെ ഞാൻ മാന്യമായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. എന്റെ കയ്യിൽ നിന്ന് എത്ര പൈസ കൊടുത്തടാ. ആ പൈസ എല്ലാം നീ തിരിച്ചു തരണ്ട. ഇവിടെ കയ്യിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും ധൈര്യത്തോടു കൂടി അവരോട് സ്ത്രീധനം ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ചെവി പൊട്ടണം. ഇനി നിങ്ങൾക്ക് സ്ത്രീധനം വേണോ? വേണോ നിങ്ങൾക്ക്? സ്ത്രീധനം വേണോ? എനിക്ക് വേണം.
സ്ത്രീധനം യവൻ നിന്ന് മേടിച്ച് വരണം, മേടിച്ച് എനിക്ക് തരണം, യവൻ സ്ത്രീധനം മേടിച്ച് തരണം. ഇത് പിടിച്ചേ. മര്യാദയുടെ ഭാഷയിലൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേണം, ഞാൻ- നിനക്ക് വേണം. വേണം. സ്ത്രീധനം വേണം. അല്ല, വേണം. വേണം, നിനക്ക് സ്ത്രീധനം വേണം. കൊടുക്ക് വേണം, നന്നായി കൊടുക്ക്. വേണം. ഇനിയും വേണം. വേണം. സ്ത്രീധനം ഇല്ലാതെ ഇവനെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റൂല. കേറ്റത്തില്ല. എടാ, ഞാൻ പെണ്ണുങ്ങളാണെന്ന് നോക്കിയൊന്നുമില്ല കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഇനി ഒരാൾ ഇവിടെ സ്ത്രീധനം ചോദിക്കരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയണ്ട, അവിടെ മിണ്ടാതിരുന്നാ മതി. ഇനി നിങ്ങൾക്ക് വായ തുറക്കണമെങ്കിൽ ഞാൻ ഈ വേദി വിട്ടു പോണം. എന്നാ പിന്നെ പോയി. ആ. സിനിമ നടിയല്ലേ? അതെ, ഐശ്വര്യ. ഐശ്വര്യ അല്ലേ? ആ. ഐശ്വര്യ കല്യാണം കഴിച്ചാണോ? അല്ല. അല്ല. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. സ്ത്രീധനം മാത്രമല്ല, ഒരാഹാരവും വെച്ച് കൊടുക്കരുത്, പച്ച വെള്ളം പോലും കൊടുക്കരുത്. നമ്മുടെ കൈ കൊണ്ട് വിളമ്പിക്കൊടുത്ത ആഹാരം തിന്നിട്ട് അത് എല്ലിന്റെ ഇടയിൽ കുത്തി നമ്മളെ തന്നെ കൂമ്പിരി ചവിട്ട് മാറ്റി. മാഡം, അതിന് നിൽക്കരുത്. അതിന് നിൽക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആ. മാം, ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയൊക്കെ വന്നിരിക്കുകയാണല്ലോ. അപ്പം ഗസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മോശമാണല്ലോ. മാം, ഒരു കാര്യം പറയാം. ഇപ്പൊ നമുക്ക് ഒരു ചെറിയ ചടങ്ങുണ്ട്. അതായത് ഐശ്വര്യക്ക് വേറൊരു ഷൂട്ട് ഉണ്ട്, അപ്പൊ അങ്ങോട്ട് അത്യാവശ്യമായിട്ട് പോവാനുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ വിളിച്ച് ഐശ്വര്യ ഐശ്വര്യ, ഞങ്ങൾക്ക് ഐശ്വര്യ ഇവിടെ തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഐശ്വര്യ കൂടി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം ചോദിക്കാനുണ്ട്. ഐശ്വര്യക്ക് ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്, അതിനെപ്പറ്റി നമ്മളൊരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ല. ഇത് നമ്മളൊരു എന്താണ് പറയാ, നമ്മുടെ അന്ധവിശ്വാസം പോലെ സ്ഥിരമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് ഓരോ സമയം കഴിയുമ്പോഴും അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റണം. ഒരുപാട് സന്തോഷം നമ്മുടെ വന്നതില്. ഇവിടെ വന്ന് എല്ലാവരെ കാണാനും നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പൊക്കോട്ടെ. ഓക്കെ, ബൈ ബൈ. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇനി 2-3 മാസം കഴിയുമ്പോ നിനക്ക് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഉപദ്രവിക്കോ? ഇല്ല. ഉറപ്പാണ്? ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഉടനെ എന്റെ ഫോണിലേക്ക് വിളിക്കണം. അതിന് നിയമമുണ്ട് ഇവിടെ. ഞാൻ വിളിക്കും മാഡം. ഇവർക്ക് ആശംസ നേരാം. ആശംസ നേരാം. ഒരു ഗുണ്ട ലുക്ക് ഉണ്ട്, ഗുണ്ട ലുക്കൊക്കെ കൊള്ളാം. പക്ഷേ ഗുണ്ടത്തരം ഒന്നും സ്ത്രീകളോട് കാണിക്കരുത്. ഞാൻ ഗുണ്ടിയാണ്, പറഞ്ഞു കൊടുക്ക, ഗുണ്ടി. വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മാം. ഹലോ ഹലോ, അതെ, ചെയർപേഴ്സൺ ആണ്. എന്താ പേര്? എന്താ? അങ്ങനെ ഭർത്താവ് അടിക്കുന്നുണ്ടെങ്കിൽ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. അല്ലാതെ എന്നെ വിളിച്ച് പറയാനാ വേണ്ടത്? എന്നെ വിളിച്ച് പറയാനാ വേണ്ടത്? പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണ്ടേ? പറ്റത്തില്ലേ? എന്നെ അനുഭവിക്കേ. വണ്ടി വെയിറ്റ് ചെയ്യാം. ബി പി കൂടിയിട്ട് രാജിവെച്ചാൽ ശരിയാവും. രാജിവെച്ചാൽ ശരിയാവും. രാജിവെച്ചാൽ ശരിയാവും മാഡം. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് അങ്ങോട്ട് വരാമോ? അതായത് ഈ സ്ത്രീജന കമ്മീഷന്റെ ഈ ചെയർമാനോ ചെയർപേഴ്സണോ ആയിട്ട് കല്യാണം കഴിഞ്ഞ ഒരു ആണിനെ നിയമിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതെങ്ങനെ പറ്റും? അതായത് അതാവുമ്പോഴത്തേക്ക് അവന്റെ ഭാര്യയുടെ പരാതി മാത്രമേ കേൾക്കാതിരിക്കും. നാട്ടിലുള്ള എല്ലാവന്മാരുടെ ഭാര്യമാരുടെ പരാതി കേൾക്കുകയും ചെയ്യും, അത് പരിഹരിക്കുകയും ചെയ്യും. അല്ലേ? പൊളിച്ചു മച്ചാനെ. ഇത് കൂട്ടി നീ ഇവിടെ പറയുന്ന രണ്ടാമത്തെ കോമഡിയാണ്. പൊളിച്ചതല്ല, ഇത് ആറ്റില്ലായിരുന്നു, ഞാൻ പൊളിച്ചേനെ. എന്തായാലും അഖിലിന്റെ ഒരു ഉഗ്രം കൗണ്ടറോട് കൂട്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ.